ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല ആളുകളും ചോദിക്കാറുണ്ട്, ഒരു ഫോൺ വെച്ചിട്ട് എന്തിനാണ് ചില ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കുന്നത്? എല്ലാവരും ചെയ്യുന്നത് പോലെ ഇതിനകത്ത് തന്നെ പേസ്റ്റ് ചെയ്ത് കയറ്റിക്കൂടെ? കൈൻ മാസ്റ്ററിൽ ഇട്ടാൽ അത് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ, ഡിസ്പ്ലേ ചെയ്ത് തന്നെ കാണിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഈ ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ അസഹിഷ്ണുതയുള്ളവരാ. അവരെ വിമർശിക്കുന്നത് അവർക്ക് തീരെ പറ്റില്ല. പക്ഷേ എൻ്റെ എത്രയോ വീഡിയോകള് ഇവരിൽപ്പെട്ട എല്ലാ ഉസ്താദുമാരും എടുക്കാറുണ്ട്. അത് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒരാൾക്കും കോപ്പി സ്ട്രൈക്ക് ചെയ്യാൻ പോയിട്ടില്ല, കോപ്പിറൈറ്റ് അടിക്കാൻ ഞാൻ പോയിട്ടില്ല. കാരണം ഞാനത് പറഞ്ഞത് തന്നെയാണ്, അത് മറ്റുള്ളവരെ കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പറഞ്ഞതാ. ഞാൻ വീട്ടിനകത്തിരുന്ന് ആരും കേൾക്കാതെ പഞ്ചപുച്ഛമടക്കി ഒരാളുടെ ചെവിയിലല്ല ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് ആളുകൾ അത് കേൾക്കുക തന്നെ വേണം. എനിക്കതിൽ ഭയമില്ല. എന്നെ എല്ലാവരും വിമർശിക്കാറുണ്ട്. അധികം മുസ്ലിം പ്രഭാഷകരും വളരെ മോശമായ രൂപത്തിൽ വിമർശിക്കാറുണ്ട്. വിമർശിക്കണം. ആ വിമർശനത്തെ ഞാൻ വളരെ സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഇനി മറുപടി പറയേണ്ടുന്ന വിമർശനങ്ങളാണെങ്കിൽ ഞാൻ മറുപടി പറയാറുണ്ട്. മറുപടി അർഹിക്കാത്ത രൂപത്തിലുള്ള വിമർശനങ്ങളാണെങ്കിൽ ഞാൻ അത് കഴമ്പില്ലാത്തത് അങ്ങനെയൊന്നും ഒരിക്കലും. നമ്മുടെ അലിയാർ കാസിമി ഭയങ്കരമായി വിമർശിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, യുക്തിവാദികളില് എത്ര പേരാണ് ധാർമ്മികമായ കുടുംബജീവിതം നയിക്കുന്നത്? എന്നെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അലിയാർ കാസിമി. എത്രയോ ഭർത്താക്കന്മാരും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, പ്രവാചകന്റെ അത്രയും വളരെ തരം താണ മോശപ്പെട്ട ധാർമ്മികതയില്ലാത്ത മാതൃകയില്ലാത്ത ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ചെയ്യില്ല. അവരത് നയിക്കില്ല, ഉറപ്പ്. കാരണം അവർക്കൊന്നുമല്ലെങ്കിൽ സമൂഹത്തെയും ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെയും ഒക്കെ ഭയമുണ്ടാകും. ഇതൊന്നുമില്ലാതെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകാ പുരുഷോത്തമനായ ഒരു പ്രവാചകൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും എടുത്ത് വിമർശിച്ചെന്നിരിക്കും. അതിൽ കുരുക്കൾ പൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല. പൊട്ടുന്ന കുരുക്കൾ പൊട്ടിത്തന്നെ തീരണം. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ആ കുരുക്കൾ ഒട്ട് തീരത്തുമില്ല. ആ കുരുക്കൾ പൊട്ടിക്കൊണ്ടേയിരിക്കും. ഈ മതപ്രമാണങ്ങള്, ഈ മതഗ്രന്ഥങ്ങൾ നമ്മൾ വിമർശിക്കുന്നിടത്തോളം കാലം ഈ കുരുക്കൾ പൊട്ടും. ഈ സിറാജുദ്ദീൻ പത്തനാപുരം എന്ന് പറഞ്ഞൊരു മൗലവിയുണ്ട്, കാസ്മിയാണോ എനിക്ക് ഓർമ്മയില്ല. ഒരിക്കല് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത് ഞാൻ എടുത്തുനിന്ന് വിമർശിച്ചു. ഞാൻ എന്നിട്ട് അതിന്റെ പിച്ചൊക്കെ മാറ്റി തന്നെയാണ് ഇട്ടത്. പക്ഷേ അദ്ദേഹം കോപ്പി സ്ട്രൈക്ക് അടിച്ചു. എന്നിട്ട് അവരുടെ പല ആളുകളും വേറെ പലരെയും സമീപിച്ചു. കാരണം 3 സ്ട്രൈക്ക് വന്നാൽ ചാനൽ പോകുമല്ലോ. ഒരെണ്ണം അടിച്ചു, വേറെ അടുത്തതുണ്ടോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരിലെ ഒരാള് എൻ്റെ മുൻ അധ്യാപകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ എടുത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. എന്റെ അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്ത് ഞാൻ വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് എടുത്തത്. അപ്പൊ എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു ജാബിത, ഒരു കുഴപ്പമില്ല, നിനക്ക് വിമർശിക്കാം, ധൈര്യമായിട്ട് വിമർശിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെയും സമീപിച്ചത്രേ, ഒരു കോപ്പിറൈറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അവളെന്റെ സ്റ്റുഡന്റ് ആണ്, അവൾ പഠിച്ചതിനനുസരിച്ച് അവൾ പറയട്ടെ, നമുക്കൊരു മറുപടി പറയാം. അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയച്ചില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഞാൻ എടുത്ത പ്രഭാഷണം ഇതാണ്: 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒന്നാമതായി അടിക്കേണ്ടത് അവളെ 5 നേരം നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുക. 2, അവളെ സെക്സ് ചെയ്യാൻ പുരുഷൻ വിളിച്ചിട്ട് പോയിട്ടില്ല, അതായത് ഭർത്താവ് വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അടിക്കുക. ഇനി 3, ഡിങ്കോഡാൽഫി കഴിഞ്ഞിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ അവളെ അടിക്കുക. 3 ആയല്ലോ. 4, ഇയാൾക്ക് ഇവളുടെ സൗന്ദര്യം കാണണമെന്ന് തോന്നുമ്പോൾ തുണി അഴിച്ചു മാറ്റി കൊടുക്കണം. 4 ഇനി 5, ഇയാളുടെ പെർമിഷൻ ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തിരിച്ചവള് വരുമ്പോൾ ഒരു മടലുമായി വാതിലിൽ നിന്നോളൂ, കൂട്ടത്തോടാടി. ഇനിയും ഇദ്ദേഹത്തിന്റെ ഭയങ്കരമായ വിവരത്തെ ഒരു വ്യക്തി എടുത്തിട്ട് പിച്ചി കീറി വെയിലത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ മഴക്കാലം, മഴയത്ത് വെക്കുന്നുണ്ട്. അതായത് എടാ വാടാ പോടാ നീ എന്ന് തന്നെയാ വിളിക്കുന്നത്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ. ഏത് കാര്യവും നമ്മൾ കൊടുത്താലേ നമുക്കും കിട്ടൂ.
അപ്പോ വഷളത്തരങ്ങളും വൃത്തികേടുകളും വിവരക്കേടുകളും കുടുംബമായിരുന്ന് കാണാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഖുർആൻ വചനങ്ങളും ഹദീസുകളും പ്രവാചക വചനങ്ങളും ഒക്കെ എടുത്ത് സമൂഹത്തോട് പറഞ്ഞാൽ ഇന്നത് കേൾക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്തുള്ളതെല്ലാം ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നതല്ല, സഭ്യമായതല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളും മരിച്ചു, ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് മരിച്ചത്. ജീവിച്ചിരിക്കുമ്പോൾ ആ സ്ത്രീ അങ്ങാടിയിൽ പോയിട്ടുണ്ട്, ഖുർആൻ ക്ലാസ്സിന് പോയിട്ടുണ്ട്, വിശേഷങ്ങൾക്കൊക്കെ കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്, ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഓട്ടോയിൽ പോയിട്ടുണ്ട്, കുട്ടികളുടെ പേരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. അവരും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് പിന്നീട് ആരും കാണാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിലല്ലേ ശവഭോഗമുള്ളത്? ഇസ്ലാമിലല്ലേ മൃഗഭോഗമുള്ളത്? ഇസ്ലാമിലല്ലേ ഗുദഭോഗമുള്ളത്? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോ ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയെ കണ്ടാൽ പോലും ഉദ്ധരിക്കുന്ന ലിംഗവുമായിട്ടാണ് ഇവന്മാര് വന്ന് മയ്യത്ത് നോക്കുന്നത്. എല്ലാവരും ആ രൂപത്തിലല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണ ശകലമാണ് മറ്റൊരാളെടുത്ത് നല്ല രൂപത്തിൽ കൊടുക്കുന്നുണ്ട്, ഒരു കൊടുക്കല് കാണാം. പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? പാടില്ല. ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല. ഇവിടെ മയ്യത്ത് കാണാൻ പറ്റുമോ? ബാക്കിയെല്ലാം പോട്ടെ. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരാണിന് കാണാൻ പറ്റുമോ? അതെന്താടാ കണ്ടാല്? അതെന്താടാ കണ്ടാല്? മരിച്ചു കിടക്കുന്ന ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിനക്കൊക്കെ തോന്നുന്ന മാതിരി എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ സലാം പറയണ ആരും. എടാ, ഇന്നത്തെ കാലത്ത് നീ സ്കൂളിൽ ചെന്ന് നോക്കണം, കോളേജുകളിൽ ചെന്ന് നോക്കും, പിള്ളേർ തോളത്ത് കയറ്റി നടക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടാണ് ഈ സലാം പറച്ചിലത്, അല്ലേ? ബാക്കി കൂടെ പറഞ്ഞേ കേൾക്കട്ടെ. മരിച്ച വീട്ടിൽ പോയി നോക്കടാ, പെണ്ണുപിള്ളാരുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക, ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും, ഇങ്ങനെ നിൽക്കുക. ആൾക്കാർ വരുമ്പോ പൊക്കി കാണിക്കുക, കണ്ടോടാ എന്റെ പെണ്ണുപിള്ളയെ കണ്ടോ, എന്റെ പെണ്ണുപിള്ളയെ കണ്ടോ, ഇങ്ങനെ പൊക്കി കാണിക്കാം, കുളിപ്പിച്ചുകൊണ്ട്. ഒരുപാട് മരണ വീടുകളിൽ പോയിട്ടുണ്ടോ? പക്ഷെ നീ പറയുന്ന മാതിരി താഴേന്ന് മേപ്പോട്ടല്ല പൊക്കി കാണിക്കണം, മനസ്സിലായില്ലേ? മൂളിയും താഴോട്ട് മുഖം മാത്രം കാണുന്ന തരത്തിൽ ഈ പൊക്കി കാണിക്കണം പറയുമ്പോഴത്തേക്കും നിന്റെ ഈ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിന്റെ സംസ്കാരം എന്താണെന്നുള്ളത്. ഓക്കെ, ഇന്ന് മനുഷ്യനേറെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മതപ്രഭാഷകരെ കണ്ടാലുടനെ പഞ്ചപുച്ഛമടക്കി തൊഴുത് നമിച്ച് ഉസ്താദേ ഉസ്താദേ എന്ന് വിളിച്ച കാലഘട്ടം കഴിഞ്ഞുപോയി. ഇപ്പോൾ കല്ലെറിഞ്ഞോടിക്കുന്ന കാലഘട്ടമാണ് സംജാതമായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങളും മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട്, ധാരാളം മയ്യത്തും കണ്ടിട്ടുണ്ടടാ. നീ ഉദ്ദേശിക്കുന്നത് പോലെ താഴേന്ന് മുകളിലേക്കല്ലടാ തുണി പൊക്കി കാണിക്കുന്നത്, മയ്യത്തിന്റെ മുഖമാണ് കാണിക്കുന്നത്. ആ മയ്യത്തിനെ കണ്ടാൽ ഉടനെ നിന്നെയൊക്കെ പോലെ ഉദ്ധരിച്ചു നിൽക്കുന്നവരല്ലടാ ഞങ്ങളാരും. കാര്യം എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഇവറ്റകൾക്ക് ഇന്നോ നാളെയോ ഇനി ഏതെങ്കിലും വരുന്ന ഒരു നൂറ്റാണ്ടിലെങ്കിലും ബോധോദയം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഉണ്ടാകില്ല. നന്ദി.